ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. അധ്യായം 335. നീലിമ ഉച്ചയ്ക്ക് ശേഷം സ്റ്റാർഡം ഓഫീസിൽ നിന്നും ലീവ് എടുത്തിറങ്ങി. ക്ഷീണം കാരണം ഓഫീസിലിരിക്കാൻ അവൾക്കൊട്ടും തന്നെ വയ്യായിരുന്നു. സൂര്യ അവന്റെ ഷൂട്ടിങ്ങിലായിരുന്നു. അതുകൊണ്ട് തന്റെ ജോലി തിരക്കുകളിൽ നിന്ന് അവൾക്ക് ചെറിയൊരു ഗ്യാപ്പ് എടുക്കാൻ കഴിഞ്ഞു. അവൾ ഓഫീസിൽ നിന്നും നേരെ അശ്വിന്റെ സ്കൂളിലേക്കാണ് പോയത്. അവിടെ നിന്നും അവനെ കൂട്ടിക്കൊണ്ട് അവൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. യാത്രാമധ്യേ മല്ലികാമ്മയുടെ കോൾ അവളുടെ ഫോണിലേക്ക് വന്നിരുന്നു. ഈ സമയം അവളുടെ കോൾ കണ്ട് അവർക്ക് ചെറിയൊരു അത്ഭുതമൊന്നും തോന്നി. മല്ലികാമ്മ എന്താ വിളിച്ചേ? അവൾ അവരുടെ കോളിന് പ്രതികരിച്ചു. ദേ, ഞാനിപ്പോ അച്ചുവിനെ സ്കൂളിൽ നിന്നും കൂട്ടിക്കൊണ്ട് ഇപ്പൊ വീട്ടിലേക്ക് വരുവാണ്, അവൾ വീണ്ടും പറഞ്ഞു. മല്ലികാമ്മ അപ്പോഴും ഒന്നും മിണ്ടിയില്ല. അവർ ശരിക്കും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഒരു നിമിഷത്തിനു ശേഷം അവർ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. മോളെ, സിദ്ധുമോന്റെ അമ്മ ഇവിടെ വന്നിട്ടുണ്ട്, അത് പറയാൻ വേണ്ടി വിളിച്ചതാ ഞാൻ, അവർ ആശങ്കയോടെ പറഞ്ഞു. മോളെ കാണാനാ അവർ ഇവിടെ വന്നിരിക്കുന്നത്. സിദ്ധുമോൻ ഇവിടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു നോക്കിയതാ, കേൾക്കണ്ടേ? മോളെ കാണണം, കണ്ടിട്ടേ പോകൂ എന്നാ അവര് പറയുന്നത്. അത്രയും പറഞ്ഞ് മല്ലികാമ്മ നിശബ്ദയായി. അവർ അവളെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ശരിക്കും വേദനപ്പെട്ടിരുന്നു. പക്ഷേ അവർ ആ വീട്ടിലെ വേലക്കാരിയല്ലേ, അതുകൊണ്ട് അവർക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. നീലിമയ്ക്ക് വേണ്ടി അവർക്കൊരിക്കലും ഗീതാമ്മയോട് സംസാരിക്കാൻ കഴിയില്ലല്ലോ. അവർ പറയുന്നത് അനുസരിക്കാൻ മാത്രമേ കഴിയൂ. മല്ലികാമ്മയുടെ നിസ്സഹായ അവസ്ഥ നീലിമയ്ക്ക് മനസ്സിലാകുമായിരുന്നു. നീലിമ ഒന്ന് നെടുവീർപ്പിട്ടു. മല്ലികാമ്മ ടെൻഷൻ അടിക്കണ്ട, ഞാനതേ വീട്ടിലേക്ക് എത്താറായി. സിദ്ധു അവിടെ ഇല്ലാത്തപ്പോഴും കാര്യങ്ങളൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്യേണ്ടതല്ലേ. ആ വീടിപ്പോ എന്റെയും കൂടെ വീടല്ലേ, അതുകൊണ്ട് അമ്മയോട് ഞാൻ സംസാരിച്ചോളാം, അവൾ മറുപടി നൽകി. ശരി മോളെ, പിന്നെ ഗീതാ മാഡം കുറച്ച് കടുപ്പക്കാരിയാണ്, സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചിടപെടണം. എന്നാ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ പക വെച്ച് പോകുന്ന ആളൊന്നുമല്ല. പക്ഷേ മോളോടുള്ള പെരുമാറ്റം കാണുമ്പോൾ എനിക്കൊരാദിയാണ്, മല്ലികാമ്മ പറഞ്ഞു. ഒപ്പം ഇടം കണ്ടുകൊണ്ട് തന്നെ ഗീതാമ്മ അരികിലേക്ക് വരുന്നത് അവർ കാണുന്നുണ്ടായിരുന്നു. കുറച്ചു മുൻപേ മല്ലികാമ്മ കൊടുത്ത കോഫിയും കപ്പും അവരുടെ കയ്യിലുണ്ട്. മല്ലികാമ്മ ഒന്ന് ഞെട്ടി വെപ്രാളത്തോടെ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്ത് അവരെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. അവരുടെ മുഖത്ത് പരിഭ്രമം നിഴലിച്ചിരുന്നു. അതിൽ നിന്ന് തന്നെ ഗീത എന്താണ് സംഭവിച്ചത് എന്ന് ഊഹിച്ചു. ആരെയാണ് ഫോൺ വിളിച്ചതെന്നും അവർക്ക് മനസ്സിലായി. ഗീതാമ്മയുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. പുച്ഛം നിറഞ്ഞ കണ്ണുകളോടെ മല്ലികാമ്മയെ അവർ നോക്കി. അവരുടെ മുഖത്ത് ഉയർന്ന പദവിയിലുള്ള ഒരാളുടെ അഭിമാനവും അവജ്ഞതയും നിറഞ്ഞു. മല്ലികാമ്മ ഇപ്പോ ആരോടാ സംസാരിച്ചത്? അവർ പരുഷമായി അന്വേഷിച്ചു. മല്ലികാമ്മ അവർക്ക് മുൻപിൽ ബഹുമാനത്തോടെ തല കുനിച്ചു നിന്നു. ഗീതാ മാഡം, ഞാൻ എന്റെ വീട്ടിലേക്കൊന്ന് വിളിച്ചതാണ്, മല്ലികാമ്മ കള്ളം പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ചോദ്യങ്ങളുണ്ടാവില്ലെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. ഓ, ശരിക്കും നിങ്ങളിപ്പോ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ വിളിച്ചതാണോ? അവർ പരിഹാസത്തോടെ ചോദിച്ചു. നിങ്ങൾ വെറുതെ എന്നോട് കള്ളം പറയാൻ നിൽക്കരുത് മല്ലികേ. നീലിമയാണ് നിങ്ങളിപ്പോ വിളിച്ചത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അവള് നിങ്ങളുടെ ഫാമിലി ഒന്നും അല്ലല്ലോ. പിന്നെ വെറുതെ ആവശ്യമില്ലാത്ത പണിയെടുക്കരുത്. ഒരുപാട് വർഷങ്ങളായി ഞങ്ങളുടെ വീട്ടിലെ ജോലി നോക്കുന്ന ആളല്ലേ നിങ്ങൾ. അതിന്റെ ഒരു പരിഗണന ഞാൻ എപ്പോഴും നിങ്ങൾക്ക് തരാറുണ്ട് അല്ലേ. പക്ഷേ ഈ വഴിക്കാണ് നിങ്ങളുടെ പോക്കിയെങ്കിൽ എനിക്ക് കടുത്ത തീരുമാനമെടുക്കേണ്ടി വരും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടു നിൽക്ക്, അതാണ് നിങ്ങൾക്ക് നല്ലത്. മല്ലികാമ്മക്ക് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഗീതാമ്മ ചോദിച്ചു. അവരുടെ സംസാരത്തിൽ വേണ്ടുവോളം ഭീഷണി നിറഞ്ഞിരുന്നു. മല്ലികാമ്മ ഒന്ന് വിറച്ചു. ഗീതാ മാഡം, എന്നോട് ക്ഷമിക്കണം, ദയവ് ചെയ്ത് എന്നെ പുറത്താക്കരുത്. ഞാൻ ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ല, അവർ അപേക്ഷയോടെ പറഞ്ഞു. ആ സമയം മല്ലികാമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഗീതാമ്മ അവരെ തണുത്തൊന്നു നോക്കി. അവരുടെ മനസ്സിൽ പെട്ടെന്ന് തന്നെ മല്ലികാമ്മയോടുള്ള സഹതാപം നിറഞ്ഞിരുന്നു. മല്ലികാമ്മയെ പറഞ്ഞതുപോലെയൊന്നും ചെയ്യാനൊന്നും ഗീതാമ്മ ഉദ്ദേശിച്ചിരുന്നില്ല. പെട്ടെന്ന് കള്ളം പറഞ്ഞപ്പോൾ അത് ഇഷ്ടമാവാതെ സംസാരിച്ചതാണ്, അല്ലാതെ അവരെ പുറത്താക്കാനുള്ള ആഗ്രഹമൊന്നും തന്നെ അവരിലില്ലായിരുന്നു. ആ മതി, വെറുതെ കരഞ്ഞിനി വയ്യാതാക്കണ്ട, ഇനി മുന്നോട്ട് ശ്രദ്ധിച്ചാ മതി. ചെന്ന് വല്ല ജോലിയും ചെയ്യാൻ നോക്ക്, ഗീതാമ്മ പറഞ്ഞു. ഗീതാ മാഡം, എന്നോട് ക്ഷമിക്കണം, ദയവ് ചെയ്ത് എന്നെ പുറത്താക്കരുത്. ഞാൻ ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ല, അവർ അപേക്ഷയോടെ പറഞ്ഞു. ആ സമയം മല്ലികാമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഗീതാമ്മ അവരെ തണുത്തുറഞ്ഞൊന്നു നോക്കി. അവരുടെ മനസ്സിൽ പെട്ടെന്ന് തന്നെ മല്ലികാമ്മയോടുള്ള സഹതാപം നിറഞ്ഞിരുന്നു. മല്ലികയെ പറഞ്ഞതുപോലെയൊന്നും ചെയ്യാൻ ഗീതാമ്മ ഉദ്ദേശിച്ചിരുന്നില്ല. പെട്ടെന്ന് കള്ളം പറഞ്ഞപ്പോൾ അത് ഇഷ്ടപ്പെടാതെ സംസാരിച്ചതാണ് അവര്, അല്ലാതെ അവരെ പുറത്താക്കാനുള്ള ആഗ്രഹമൊന്നും തന്നെ അവരിലില്ലായിരുന്നു. ആ മതി, വെറുതെ കരഞ്ഞിട്ടിങ്ങനെ വയ്യാതാക്കണ്ട, ഇനി മുന്നോട്ട് ശ്രദ്ധിച്ചാ മതി. ചെന്ന് വല്ല ജോലിയും നോക്ക്, ഗീതാമ്മ പറഞ്ഞു. മല്ലികാമ്മ ആശ്വാസത്തോടെ തലയാട്ടി. പിന്നെ അവിടെ നിന്നു നടന്നു നീങ്ങി.
അധികം വൈകാതെ നീലിമയും അശ്വിനും വീട്ടിലെ പാർക്കിങ്ങിൽ കാറ് നിർത്തി. ഒപ്പം പുറത്തേക്ക് ഇറങ്ങുന്നത് മല്ലികാമ കണ്ടിരുന്നു. മോളെ, ഗീതാ മാഡത്തെ ഒന്ന് സൂക്ഷിച്ചോ, അത്രയും പറഞ്ഞ് മല്ലികാമ ഒന്ന് നിർത്തി. കാരണം അവർക്ക് പിറകിലായി ഗീതാമ വന്നു നിൽക്കുന്നത് അവർ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. മല്ലിക വാക്കുകൾ വിളങ്ങി കുറച്ചു ദൂരത്തേക്കായി മാറി നിന്നു. അത് കണ്ടപ്പോൾ തന്നെ അവിടുത്തെ സ്ഥിതിഗതികൾ ഏകദേശം നീലിമക്ക് മനസ്സിലായി. അവർ അശ്വിനെ നോക്കി. എന്നിട്ട് മല്ലികാമക്കരികിലേക്ക് ചെല്ലാൻ അവനോട് ആവശ്യപ്പെട്ടു. അവൻ അപ്പോൾ തന്നെ തലയാട്ടി അവിടെ നിന്നും പോയി. എന്തായാലും ഗീത മുത്തശ്ശിയെ കാണാൻ അവൻ ആഗ്രഹിച്ചില്ല. നീലിമ ഒരു ദീർഘനിശ്വാസം എടുത്തു. പിന്നെ വേഗത്തിൽ തന്നെ ലിവിംഗ് റൂമിലേക്ക് പോയി. ഗീതാമ്മ അവിടെ ടിവിയിൽ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്കൊരു കനത്ത മുഖഭാവമുണ്ടായിരുന്നു. നീലിമയെ കണ്ടതും അത് ഇരട്ടിച്ചു. ഒപ്പം ദേഷ്യത്തിൽ അവർ കയ്യിലിരുന്ന റിമോട്ട് ഊക്കോടെ തന്നെ വലിച്ചെറിഞ്ഞു. അപ്പോൾ ഉണ്ടായിരുന്ന ആ ശബ്ദം ചെറുതായിരുന്നുവെങ്കിലും നീലിമയുടെ ഹൃദയത്തെ വിറപ്പിച്ചിരുന്നു. എന്നിട്ടും സ്വയം ശാന്തമായിരിക്കാൻ അവൾ പരമാവധി ശ്രമിച്ചു. മാഡം, എന്താ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നത്? നീലിമ മൃദുവായി ചോദിച്ചു. ഒപ്പം അവൾ നന്നായി ക്ഷീണിച്ചിരുന്നത് കൊണ്ട് തന്നെ ഒരു സോഫയിലേക്ക് ഇരുന്നു. അത് ഗീതയിൽ നിന്നും ഒരല്പം അകലെയായിരുന്നു. അതോടെ അവരുടെ മുഖഭാവം ഒരല്പം രൂക്ഷമായി. നിനക്ക് മര്യാദ കാണിക്കാൻ ഇപ്പോഴും അറിയില്ലേ? അതുകൊണ്ടല്ലേ ഇത്രയും ദൂരെ പോയിട്ട് നീ ഇരിക്കുന്നത്? എനിക്കെന്താ വല്ല മാറാവ്യാധിയുമുണ്ടോ? അതോ നിനക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലേ? അതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ നീ കാണിച്ചു കൂട്ടുന്നത്? അവർ അമർഷത്തോടെ പുലുമ്പിക്കൊണ്ടിരുന്നു. ഇത് കേട്ട നീലിമ അസ്വസ്ഥയോടെ എഴുന്നേറ്റു. സ്വന്തം വികാരങ്ങൾ നിയന്ത്രിക്കാൻ അവൾക്ക് ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. എങ്കിലും അവരോട് സൗമ്യമായി തന്നെ നിൽക്കാൻ അവൾ പരിശ്രമിച്ചു. മാഡം, ദയവ് ചെയ്ത് ദേഷ്യപ്പെടരുത്. ഒന്നാമതേ ഞാൻ നല്ല ക്ഷീണത്തിലാണ്. അതുകൊണ്ടാ ഞാൻ വന്ന പാടെ അവിടെ ഇരുന്നത്. അല്ലാതെ മാഡത്തിനോട് എനിക്ക് ബഹുമാനമൊന്നും ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല. അവൾ അത്രയും വിനീതമായി സംസാരിച്ചു. ഇനി ഒരു കാര്യത്തിലും അവൾക്ക് അതൃപ്തി തോന്നരുത് എന്ന് അവൾ കരുതിയിരുന്നു. പക്ഷേ ഗീതാമ്മ ഇതെല്ലാം അവളുടെ അഭിനയമാണെന്നാണ് കരുതിയത്. അവളുടെ നല്ല ഉദ്ദേശങ്ങളെ അവർ സംശയിച്ചു. സമ്പന്ന കുടുംബത്തിലേക്ക് ചെന്നു കയറാൻ വേണ്ടി സ്ത്രീകൾ എന്തും ചെയ്യുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. കാരണം അങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകളെ അവർ കണ്ടിട്ടുണ്ട്. സ്വന്തം നേട്ടത്തിനായി അവർ എത്ര വേണമെങ്കിലും താഴ്ന്നു കൊടുത്തോളും. നീലിമയും ആ കൂട്ടത്തിലുള്ള ഒരാളാണെന്ന് അവർക്ക് തോന്നി. നിനക്ക് നല്ല ക്ഷീണം തോന്നാൻ മാത്രം നീ ആ കമ്പനിയിൽ എന്ത് ജോലിയാ ഉള്ളത്? നിന്നെ കൊണ്ട് അവിടെ വലിയ ഉപകാരമൊന്നുമില്ലല്ലോ. സിദ്ധുവിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് നീ ഞെളിഞ്ഞിരിക്കലും ഓർഡർ ഇടുന്നതും ഒക്കെ ആവുമല്ലേ നിന്റെ ഈ ഭാരപ്പെട്ട ജോലികൾ. ഇതിനേക്കാളും നല്ലത് നീ ആ കമ്പനിയിലെ ജോലി അങ്ങ് രാജിവെക്ക്. എന്നിട്ട് വീട്ടിലിരുന്ന് എന്റെ മോന്റെ കാര്യങ്ങളൊക്കെ നോക്ക്. നല്ല ഭാര്യമാരായാൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഗീതാമ്മ പരിഹസിച്ചു. അവരുടെ സംസാരത്തിൽ നീലിമ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. സാധാരണ സാഹചര്യത്തിൽ അവർ പറയുന്ന ഒരുവിധം എല്ലാം അവൾ സഹിച്ചു നിൽക്കുമായിരുന്നു. പക്ഷേ ഇന്നവർ പതിവിലും മൂർച്ചയോടുകൂടെ സംസാരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അവർ പറഞ്ഞ ഈ അഭിപ്രായത്തോട് അവൾക്ക് ഒട്ടും തന്നെ യോജിക്കാൻ കഴിഞ്ഞില്ല. സിദ്ധാർത്ഥ് തന്റെ കമ്പനിയിൽ അത്രയും സഹിച്ചു നിൽക്കുകയാണെന്ന് അവൾക്കറിയാമായിരുന്നു. കമ്പനിയിലെ പ്രശ്നങ്ങളൊന്നും തന്നെ അവളോട് അവൻ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ തന്റെ ജോലിയിൽ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ അവൾ തയ്യാറല്ലായിരുന്നു. അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ അവളിലൊരു ഗൗരവം നിറഞ്ഞു. മാഡത്തിന് സിദ്ധുവിനെ ആലോചിച്ച് ടെൻഷനുണ്ടെന്ന് എനിക്കറിയാം. അവന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഇവിടെ വേണമെന്നും അറിയാം. പക്ഷേ മാഡം, ഒരു കാര്യം മറക്കരുത്. സിദ്ധു എന്റെ ഭർത്താവാണ്. ഭർത്താവിനോട് ചേർന്ന് നിൽക്കേണ്ട ഭാര്യയുടെ കടമയാണ്. അതിപ്പോ ദുഃഖത്തിലാണെങ്കിലും സുഖത്തിലാണെങ്കിലും, അവൾ പറഞ്ഞു. നീലിമ വളരെ കഴിവുള്ള വ്യക്തിയാണെന്ന് ഗീതാമ്മക്ക് അറിയാമായിരുന്നു. പക്ഷേ അവൾ ഇപ്പോഴും പഴയ ചിന്താഗതി വെച്ചു പുലർത്തുന്ന സ്ത്രീയായിരുന്നു. ഒരു സ്ത്രീ വിവാഹം കഴിഞ്ഞ ഭർത്താവും കുട്ടിയും വീടുമായി ഒതുങ്ങിക്കഴിയണമെന്ന് അവരുടെ കാഴ്ചപ്പാടാണ്. പക്ഷേ നീലിമ അവരുടെ ചിന്തകൾക്ക് വിപരീതമായി കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ജോലിയിൽ പ്രവേശിച്ചു. അതിൽ മറ്റെന്തോ ദുരുദ്ദേശമുണ്ടെന്നാണ് ഗീതാമ്മ കരുതുന്നത്. നീ കൂടുതലൊന്നും പറയണ്ട. നാളെ തന്നെ നീ ജോലിയിൽ നിന്നും രാജിവെക്കണം. ഇത് എന്റെ തീരുമാനമാണ്. പറ്റിയില്ലെങ്കിൽ ഡയറക്ടർ ബോർഡിൽ തന്നെ നിന്നോട് ഈ കാര്യം വിളിച്ചു പറഞ്ഞോളും. ഗീതാമ്മ പൊട്ടിത്തെറിച്ചു. നീലിമയുടെ മുഖം വിളറി. എങ്ങനെയൊക്കെ താഴ്ന്നു കൊടുത്താലും ഗീതാമ്മയുടെ പോലുള്ള ഒരാളുടെ ചിന്താഗതിയിൽ മാറ്റം ഉണ്ടാവില്ലെന്ന് അവൾക്ക് മനസ്സിലായി. നീലിമയ്ക്ക് ദേഷ്യം പിടിച്ചു നിർത്താൻ ബുദ്ധിമുട്ട് തോന്നി. വാക്കുകൾ കൊണ്ട് അവർക്ക് നേരെ പ്രതികരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ സിദ്ധാർത്ഥിനെ ഓർത്തപ്പോൾ അവൾ നിയന്ത്രിച്ചു. എന്തൊക്കെയായാലും അവന്റെ അമ്മയല്ലേ. എങ്കിലും അവർ മുറിവേറ്റ ഭാവത്തോടെ ഗീതാമ്മയെ നോക്കി. എന്തിനാണ് തന്നെ ഇത്രയധികം വെറുക്കുന്നത്? എന്തുകൊണ്ടാണ് വാക്കുകൾ കൊണ്ട് അവർ തന്നെ ഇത്രയധികം വേദനിപ്പിക്കുന്നത്? ആവശ്യമില്ലാതെ ഓരോ തവണയും എന്തിനാണ് തന്നെ ഇത്രയധികം ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? നീലിമയ്ക്ക് ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ഒരെത്തും പിടിയും കിട്ടിയില്ല. ഈ സാഹചര്യത്തിൽ ഗീതാമ്മയുടെ തീരുമാനത്തോട് യോജിക്കാനോ വിയോജിക്കാനോ അവൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ നീലിമ വളരെ നിസ്സഹായതയോടെ നോക്കി. എണ്ണിയാലൊടുങ്ങാത്ത കഷ്ടപ്പാടുകൾ അവൾ സഹിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ അവളുടെ കണ്ണുകളിൽ സങ്കടവും ആവലാതിയും നിറഞ്ഞു. ഗീതാമ്മക്ക് അത് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ കല്ലാക്കി വെച്ച അവരുടെ ഹൃദയം ചെറുതായി ഒന്ന് ഇളകി.
എങ്കിലും അവളെപ്പറ്റി ചിന്തിക്കുമ്പോൾ അവരുടെ തീരുമാനവും വികാരങ്ങളും എളുപ്പം തന്നെ മാറും. ഗീതാമ്മ വീണ്ടും കനത്ത മുഖത്തോടെ അവളെ നോക്കി. നീലിമ, എന്തു പറ്റി? നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അവർ അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. നീ എത്ര ദയനീയത മുഖത്ത് വരുത്തിയാലും എന്റെ മനസ്സിളകില്ല. അതൊക്കെ എന്റെ മോന്റെ അടുത്ത് മാത്രമേ നടക്കൂ. നീ അവനെ ഇതുപോലെ ഓരോന്നും കാണിച്ചു വശീകരിച്ചു വെച്ചിരിക്കുവാണല്ലേ. പക്ഷേ ഈ ഗീതക്ക് ഇതൊക്കെ എളുപ്പം മനസ്സിലാവും. അതുകൊണ്ട് നീ എന്റെ അടുത്ത് ഒരുപാടങ്ങ് അഭിനയിക്കൊന്നും വേണ്ട. അവർ അവളെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. നീ എന്റെ മോനെ വിവാഹം കഴിച്ചു അവന്റെ കുഞ്ഞ് നിന്റെ വയറ്റിൽ വളർന്നത് എന്നൊക്കെ കരുതി ഞങ്ങൾ നിന്നെ ഒന്നും ചെയ്യില്ലെന്നാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എങ്കിൽ നിനക്ക് തെറ്റി. ഞാൻ പറയുന്നത് അനുസരിച്ചില്ല എങ്കിൽ നിനക്ക് തന്നെയാണ് ദോഷം. നിനക്ക് പിന്നെ സിദ്ധുവിനൊപ്പം ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അവനെ ഡിവോഴ്സ് ചെയ്ത് നിനക്ക് വേറെ വഴിക്ക് പോവേണ്ടി വരും. പിന്നെ അതോടെ അവന്റെ ജീവിതം നശിച്ചു പോകുമെന്നൊന്നും നീ കരുതണ്ട. അവനെ പോലെ ഒരാൾക്ക് പെണ്ണ് കിട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ല. അതോടെ നിന്റെ അവസ്ഥ എന്താകുമെന്നൊന്ന് ചിന്തിച്ചു നോക്ക്. ഒന്നാമത് നീ ഒരു ജാരസന്തതിയെ പ്രസവിച്ച ആളാണ്. അത് കഴിഞ്ഞുണ്ടായ ദാമ്പത്യം കൂടി ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഭാവി വളരെ മോശമായിരിക്കും. നിന്റെ കരിയറിനെ തന്നെ നശിപ്പിച്ചു കളയും. അവർ ക്രൂരമായി അവളെ നോക്കി പറഞ്ഞു. അതുകൊണ്ട് നീലിമ, ഞാൻ പറയുന്നത് നീ ഒന്ന് അനുസരിക്കാൻ നോക്ക്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇപ്പൊ നിന്റെ വയറ്റിൽ വളർന്ന ഞങ്ങളുടെ പേരക്കുട്ടി ഉള്ളതിന്റെ പേരിൽ നിന്നെ ഞങ്ങൾ പരിഗണിക്കാം. ഇല്ലെങ്കിൽ എന്ത് സംഭവിച്ചാലും പിന്നെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല. നാളെ മുതൽ നീ ജോലിക്ക് പോവാൻ പാടില്ല. അല്ല, പോയേ പറ്റൂ എന്നാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ അനുഭവിക്കാനും നീ റെഡിയായിരുന്നോ? അവർ വീണ്ടും പറഞ്ഞു. യഥാർത്ഥത്തിൽ ഗീതാമ്മ 2 ദിവസം അവിടെ നിൽക്കാനായി വന്നതാണ്. മകന്റെ കാര്യങ്ങൾ നേരിട്ട് ചെയ്തു കൊടുക്കണം. പിന്നെ നീലിമയെ മകനെ വശീകരിക്കുന്നതിൽ നിന്നും അകറ്റി നിർത്തണം. അങ്ങനെ 2 ലക്ഷ്യങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഇതേ സമയം ഗീതാമ്മയുടെ വാക്കുകളിലെ വിദ്വേഷം നീലിമക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അവർ ഒരു മനുഷ്യനെ ചവിട്ടി താഴ്ത്താൻ കഴിയുന്നതിലും അധികം ചവിട്ടി താഴ്ത്തി കഴിഞ്ഞിരുന്നു. ഇനിയും അവർക്ക് മുൻപിൽ തോറ്റു കൊടുക്കാനൊന്നും അവൾക്ക് കഴിയില്ലായിരുന്നു. അതുകൊണ്ട് അവർ പറഞ്ഞ വാക്കുകൾക്കുള്ള മറുപടി നൽകാൻ തന്നെ അവൾ തീരുമാനിച്ചു. അതെ മാഡം, ഇത് 21-ാം നൂറ്റാണ്ടാണ്, അല്ലാതെ 18-ാം നൂറ്റാണ്ടൊന്നുമല്ല. ഇന്നും എല്ലാ ഭാര്യമാരും ഭർത്താക്കന്മാരുടെ കാര്യം നോക്കി വീട്ടിൽ നിൽക്കുമെന്ന് എങ്ങനെ പറയാൻ പറ്റും? അവൾക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളില്ലേ, ആഗ്രഹങ്ങളുണ്ടാവില്ലേ? അതൊക്കെ മരണം വരെ ഉള്ളിലടക്കി ജീവിക്കണമെന്നാണോ നിങ്ങളീ പറയുന്നത്? സിദ്ധുവിനെ ഞാൻ കല്യാണം കഴിച്ചത് പണത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല. ഞാൻ അവനെ ശരിക്കും സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിദ്ധു എന്നെയും സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇന്നിപ്പോൾ സിദ്ധു ഫേസ് ചെയ്യുന്ന പ്രശ്നം, അതിനൊരു പരിഹാരം കണ്ടെത്താൻ എനിക്ക് കഴിയും. എനിക്കും സിദ്ധുവിന്റെ കൂടെ നിൽക്കാൻ പറ്റും. അത് എന്റെ കൂടി ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഈ പ്രോബ്ലം പരിഹരിക്കും. അവൾ ഒറ്റ ശ്വാസത്തിലങ്ങ് പറഞ്ഞു തീർത്തു. ഇതുതന്നെയായിരുന്നു നീലിമയുടെ മനസ്സിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളും. ഇത് പറഞ്ഞാലും ഗീതാമ്മ തന്നെ മനസ്സിലാക്കില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. എങ്കിലും നീലിമക്ക് വല്ലാത്തൊരു സുഖം തോന്നി. അല്ലെങ്കിൽ എല്ലാം ഉള്ളിലടക്കി പിടിച്ച് ജീവിക്കേണ്ടി വരുമ്പോഴാണ് പ്രശ്നം. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾക്കുള്ള മറുപടി അപ്പപ്പോ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലെ ഭാരം അങ്ങ് വർദ്ധിക്കില്ലല്ലോ. പിന്നെ നീലിമ ചിന്തിച്ചതുപോലെ തന്നെ അവളുടെ വാക്കുകളിൽ ഗീതാമ്മ അനിഷ്ടം നിറച്ചു. നീ ഭയങ്കര സെൽഫിഷാണ്. അതുപോലെ നിനക്കൊട്ടും മെച്യൂരിറ്റി ഇല്ല. അതുകൊണ്ടാണ് നീ ഇപ്പൊ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ സ്വഭാവം അതാണല്ലോ. പണക്കാരനായ ഫാമിലിയിലെ ഒരാളെ കല്യാണം കഴിക്കാൻ നിന്നെ പോലെ പെണ്ണുകൾ എന്തും ചെയ്യും. ഭാവി സുരക്ഷിതമാക്കണ്ടേ? പക്ഷേ നീ സ്വപ്നം കാണുന്നതങ്ങ് നിർത്തിയേക്ക്. നീ എന്റെ മകനെ വെച്ച് ഒരുപാട് അങ്ങ് സമ്പാദിക്കണ്ട. അതുകൊണ്ട് ആ ജോലി ഉപേക്ഷിക്ക്. നാളെ മുതൽ ഈ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി പോവരുത്. ഗീതാമ്മ പിന്നെയും പറഞ്ഞു. അവരോട് എന്ത് സംസാരിച്ചിട്ടും കാര്യമില്ലെന്ന് നീലിമക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഒരു ദീർഘനിശ്വാസം എടുത്തു. ശരി മാഡം, നിങ്ങൾക്ക് എന്നെക്കുറിച്ച് ചിന്താഗതി ഒരിക്കലും മാറില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനിയും വെറുതെ നിന്ന് ഞാൻ തർക്കിക്കുന്നില്ല. അത് നമുക്കിടയിലെ പ്രശ്നം വീണ്ടും കൂട്ടും. എനിക്കിപ്പോൾ കുറച്ച് ജോലിയുണ്ട്, അതുകൊണ്ട് ഞാൻ പോട്ടെ. അതും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോവാനൊരുങ്ങി. എന്റെ സമ്മതമില്ലാതെ നീ ഇത് എങ്ങോട്ടാ പോകുന്നത്? ഞാൻ നിന്റെ ഭർത്താവിന്റെ അമ്മയാണ്. എന്നോട് കുറച്ച് ബഹുമാനം കാണിക്കണം. നിന്റെ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്. ആരോട് എങ്ങനെ പെരുമാറണമെന്ന് പോലും നിനക്കറിയില്ല. അവർ അവളെ നോക്കി രൂക്ഷമായി പറഞ്ഞു. നീലിമക്ക് സങ്കടം സഹിക്കാനായില്ല. മാഡം, ഞാൻ എപ്പോഴാ നിങ്ങളോട് അഹങ്കാരം കാണിച്ചത്? ഞാൻ നിങ്ങൾക്ക് മുൻപിൽ എപ്പോഴും പരമാവധി താഴ്ന്നു തരാറുണ്ട്. എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ ഞാൻ ക്ഷമ ചോദിക്കുകയും ചെയ്യും. നിങ്ങൾക്കെന്താ അതൊന്നും മനസ്സിലാവാത്തത്? എപ്പോഴും എന്റെ കുറ്റങ്ങൾ മാത്രം നിങ്ങൾ എന്തിനെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കുന്നത്? എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലെന്ന്. എന്ന് കരുതി ഒരു മനുഷ്യനെ ഇത്രമാത്രമൊക്കെ തരം താഴ്ത്താമോ? ഞാൻ മാക്സിമം നിങ്ങളുടെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചു നോക്ക്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ ഒഴിഞ്ഞു മാറുന്നത്. ദയവ് ചെയ്ത് എന്റെ പിന്നാലെ നടന്നിട്ട് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കല്ലേ. അതിദയനീയമായിട്ട് തന്നെ നീലിമ അവർക്ക് മുന്നിൽ തൊഴു കൈകളോടെ അത്രയും പറഞ്ഞു തീർക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ കറക്റ്റ് താഴെയായിട്ട് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ, നാളെ ഇതേ സമയത്ത്. അപ്പോൾ ഇനി വീഡിയോ വരാം. ബൈ.